എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 78/18 വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ നമ്പറാണ്. നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ. ഈ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? -1 ചെയ്താൽ മതി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഡിവിഡൻഡിനെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാൻ, അതായത് ടൂളിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇതിന്റെ ഡിജിറ്റ് 78ന്റെ ഡിജിറ്റ് എത്രയാണ്? 2 ആണ്. 2 മൈനസ് 80 എന്നുള്ളതാണ് ഡിവൈസറിന്റെ ഡിജിറ്റും 2 ആണ്. ഇപ്പൊ 2 - 2 0 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് 1 മൈനസ് ചെയ്യണം. അപ്പോൾ 0 - 1 -1, അതായത് -1 റോഡിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ടൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോഡ്, ഇത് സെക്കൻഡ് റോഡ്, തേർഡ് റോഡ്, അങ്ങനെ പോകും. ഇത് 0 റോഡ്, ഇത് -1 റോഡ്. ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 78 ഇവിടെ പ്ലേസ് ചെയ്യണം. നമ്മൾ ടൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തു. അതായത് ഇത് ഫസ്റ്റ് റോഡ്, ഇത് 0 റോഡ്, ഇത് -1 റോഡാണ്. മൈനസ് റോഡ് മുതൽ എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാം. ഇവിടെ 7ഉം 8ഉം അങ്ങനെ നമ്മൾ ടൂളിലേക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ആൻസർ എവിടുന്ന് ചെയ്ത് തുടങ്ങണം എന്നറിയാൻ വേണ്ടി, ടൂളിൽ എവിടെയാണ് ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങണം എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആദ്യത്തെ 2 ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അതായത് ഫസ്റ്റ് 2 ഡിജിറ്റ് ഏതൊക്കെയാണ്? ഇവിടെ 7ഉം ഇവിടെ 1 ആണ്. ഡിവൈസറിനാണ് ഇമ്പോർട്ടൻറ്റ്. ഡിവൈസറിനേക്കാൾ വലുതാണെങ്കിലും ഈക്വൽ ആണെങ്കിലും ജമ്പ് ചെയ്യണം. ഇവിടെ 1നേക്കാൾ വലുതാണ് 7. അപ്പോൾ എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് നമ്മൾ ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. അതേ ക്വസ്റ്റ്യനിൽ നിന്നും ഒരു റോഡ് ജമ്പ് ചെയ്തിട്ടായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് ഫസ്റ്റ് റോഡിലായിരിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു റോഡ് ജമ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോഡിലാണ് എന്ത് ചെയ്യുക? നമുക്ക് ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ റോഡായിട്ട് കിട്ടിയത്. ഈ ഒരു റോഡ് ആൻസർ റോഡായി കിട്ടിയാൽ അതും അതിൻ്റെ തൊട്ടടുത്ത റോഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന നമ്പർ എത്രയാണ്? 07. 07ൽ ഈ ഡിവൈസറിൻ്റെ 1 എത്ര ടൈംസ് ചെക്ക് ചെയ്യുക. നമുക്കറിയാം അല്ലേ? ഈ ഫസ്റ്റ് ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് മൈൻഡിൽ വെക്കുന്ന നമ്പറാണ്. അപ്പോൾ 1 7ൽ എത്ര ടൈംസ്? നമുക്കറിയാം 7 ടൈംസ്. അപ്പോൾ 7 മൈൻഡിൽ 1ഉം 7 × 1 7 എന്ന് കിട്ടി. ആ കിട്ടിയ നമ്പർ തന്നെ ഈ 2 റോഡിനായിട്ട് നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ 0 7, ഇവിടുന്ന് 7 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ആൻസർ റോഡിൽ എത്രയാണോ ബീഡ്സ് ഉള്ളത്, വാല്യൂ ഉള്ളത്, അതിന് സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7 × 8 എന്ന് പറയുന്നത് നമുക്കറിയാം 56 ആണ് അല്ലേ? 7 8s are 56 ആണ്. 56 എന്ന് പറയുന്നത് നമുക്കറിയാം. ഇനി നമുക്ക് ചെയ്തു തുടങ്ങി ഇതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡായിട്ട് വരാം. എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തത് അതും തൊട്ടടുത്ത റോഡ് നമുക്ക് ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 08 ഉള്ളൂ. നമുക്ക് വേണ്ടത് 56 ആണ്. നമുക്ക് ഇവിടെ ഉള്ള നമ്പർ നോക്കിയേ 08. അപ്പോൾ 56 ഇല്ല. നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ മതിയായ നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റീസ്റ്റോറേഷൻ. അതായത് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യണം. അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആൻസർ റോഡിലെ വാല്യൂ അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 ലെസ് ചെയ്യുക. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയാണെന്ന് നോക്കുക. ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയാണ്? 1 ആണ്. ആ 1 ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. ഇപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ റോഡിൽ 18 എന്നുള്ള നമ്പർ വന്നു. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ 6നെ 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 8s are 48 ആണ്. ഇവിടെ 48 ഉണ്ടോ? ഇല്ല. നമുക്കുള്ളത് 18 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് മതിയായ നമ്പറിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. റീസ്റ്റോർ ചെയ്യാൻ വീണ്ടും ആൻസർ റോഡിൽ നിന്നും 1 ബീഡ് ലെസ് ചെയ്യുക. വീണ്ടും റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക. 1 ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 1 ആയതുകൊണ്ട് 1 ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 28 കിട്ടി. പക്ഷെ നമുക്ക് ഇനി നോക്കാം, വീണ്ടും ചെക്ക് ചെയ്യാം. 5 × 8 എത്രയാണോ ആൻസർ റോഡിൽ വരുന്ന ആ നമ്പറും സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 8 40 ആണ്. 40 ഇല്ല, നമുക്കിവിടെ 28 ആണുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അതായത് ഈ ആൻസർ റോഡിൽ നിന്നും 1 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ 5 നിന്ന് 1 ലെസ് ചെയ്യാൻ എന്താ വരിക? -5 add 4. ഇനി ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം? ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം
ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വരുന്ന ഇപ്പം നമ്മൾ നോക്കുക 38 എന്ന് വന്നു. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യും. ഈ 4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. 4 8s are 32 ആണ്. ഇവിടെ നമുക്ക് 38 ഉണ്ട്. അപ്പോൾ നമുക്ക് മതിയായ നമ്പർ ഉള്ളത് കൊണ്ട് നമ്മൾ ലെസ് ചെയ്യും. ഇവിടുന്ന് 3യും ഇവിടുന്ന് 2 ലെസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ചെയ്ത് നോക്കുക 6 ആണ്. ഇനി 6 നമ്പർ ചെക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഡിവൈസറിൻ്റെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഡിവൈസറിൻ്റെ 1നെയും പരിഗണിച്ചു, 8നെയും ചെയ്തു അല്ലേ. 4 × 8 32 എന്ന് കിട്ടി. നമ്മൾ അത് 2 ഡിജിറ്റിനെ പരിഗണിച്ചാൽ പിന്നെ ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ റോഡിൽ ഈ 8നേക്കാൾ ചെറുതാണ് നമ്പർ വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡിവിഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ റോഡിൽ നമ്പർ ഇല്ലാതിരിക്കുക, ക്വസ്റ്റ്യൻ ഇല്ലാതായിട്ട് വരാം, 0 ആയിട്ട് മാറാം. അല്ലെങ്കിൽ ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പർ ഇവിടെ വരാം. ഇപ്പോൾ 6 എന്നുള്ളത് ഡിവൈസറിനേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മളിവിടെ ഡിവിഷൻ ഇവിടെ സ്റ്റോപ്പായി. അപ്പം നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 4 റിമൈൻഡർ 06. 06 മീൻസ് 6 എന്ന് എഴുതിയാൽ മതി. ഇതാണ് ആൻസർ വരിക. 78 ഡിവൈഡ് ബൈ 80 എന്ന് പറഞ്ഞാൽ 4 റിമൈൻഡർ 6 ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.